ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഫോക്കസ് MLTയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്യാം. അപ്പോൾ BSc MLT ടഫായിട്ടുള്ള സ്റ്റുഡൻസിന് ഓരോരോ പോർഷനായിട്ട് BSc MLT ഓരോരോ പോർഷനായിട്ട് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് BMLS ആണ്. അത് കഴിഞ്ഞ ദിവസം കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു BMLSന് വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ BMLS ആണ് ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും വീഡിയോസ് വേണം, ഏതെങ്കിലും ക്ലാസ് വേണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ഇടുക, നമ്മളത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ BMLS നമ്മുടെ ഹെമറ്റോളജി പഠിക്കുമ്പം ഹെമറ്റോളജിയുടെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് BMLS അഥവാ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ ലബോറട്ടറി സയൻസ്. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയുള്ളൂ ബേസിക് ആയിട്ടുള്ള കോമൺ ഗ്ലാസ് വെയർസ്, അതിൻ്റെ ക്ലീനിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഒരു മൈക്രോസ്കോപ്പിനെ ഒക്കെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ആ ടോപ്പിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതും മിക്ക സമയത്തും 10 മാർക്കിന്, ചിലപ്പോൾ 5 മാർക്കിന്, 3 മാർക്കിന് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം അതിലൊരു ടോപ്പിക്കാണ് ജനറൽ ഗ്ലാസ് വെയർസ്. നമ്മുടെ ഫസ്റ്റ് ഇയർ ബയോകെമിസ്ട്രിയിൽ വരുന്ന ടോപ്പിക്കാണ്. നിങ്ങൾക്ക് അതിന് നോട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ആണെങ്കിലും പഠിക്കാവുന്നതാണ്. അപ്പോൾ ജനറൽ ഗ്ലാസ് വെയർസിനകത്ത് പഠിക്കുന്നത് ഫസ്റ്റ് പിപ്പറ്റ്സിനെ പറ്റിയാണ്. പിപ്പറ്റ്സ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിപ്പറ്റ്സ് എന്ന് പറയുമ്പോൾ ക്ലാസ് എയും ഉണ്ട്, ക്ലാസ് ബിയും ഉണ്ട്. ക്ലാസ് എ പിപ്പറ്റ് എന്ന് പറയുമ്പോൾ അത് മോസ്റ്റ് ആക്യുറേറ്റ് ആയിരിക്കും. ക്ലാസ് ബി ആണെങ്കിലോ ലെസ് ആക്യുറേറ്റ് ആണ്. പക്ഷേ എന്താ, സാറ്റിസ്ഫാക്ടറി ആണ്. മോസ്റ്റ് ജനറൽ ലബോറട്ടറി പർപ്പസിന് വേണ്ടി എന്താണ്, സാറ്റിസ്ഫാക്ടറി ആണ്. അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 20°C ആണ്. ഇനി വോളിമെട്രി പിപ്പറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഇത് കോൺസ്റ്റൻറ്റ് വോളിയം എടുക്കാൻ വേണ്ടി നമ്മൾ എന്താ കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഗ്രാജുവേറ്റഡ് പിപ്പറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഗ്ലാസ് ട്യൂബാണ്. യൂണിഫോം ആയിട്ടുള്ള ബോർ സൈസ് ആയിരിക്കും. പിന്നെ ഈവൻലി സ്പേസ്ഡ് ആയിരിക്കും. ആ ലെങ്ത് ഫുൾ ഈവൻലി സ്പേസ്ഡ് ആയിരിക്കും. ഇനി മൈക്രോ പിപ്പറ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് മെഡിക്കൽ കെമിസ്ട്രിയിലും വൈറോളജിയിലും ഇമ്മ്യൂണോളജിയിലും ഒക്കെ എന്താ സ്മോൾ ക്വാണ്ടിറ്റീസ്, ഭയങ്കര സ്മോൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് പോലും എന്താ ഡെലിവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്, മൈക്രോ പിപ്പറ്റ്സ്. ഈ പിപ്പറ്റ്സുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ബേസിക്കായിട്ട് എല്ലാ സ്റ്റുഡൻസിനും അറിയാവുന്നതാണ് ഗ്ലാസ് വെയർസ്. പക്ഷേ നമ്മളിപ്പോൾ എക്സാമിന് ഗ്ലാസ് വെയർസ്, കോമൺ ഗ്ലാസ് വെയർസ് ചോദിക്കുമ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ എന്തൊക്കെയാണ് അത് പോയിന്റ് ചെയ്തണമെന്നൊക്കെ എല്ലാവർക്കും ഡൗട്ടാണ്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ വായിച്ചു വെക്കുക, ഇതൊക്കെ പോയിന്റ്സിൽ ഉൾപ്പെടുത്തുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചാൽ കിട്ടുന്ന പോർഷൻ, ഒത്തിരി ഇരുന്ന് കാണാൻ പഠിക്കേണ്ട. 5 മാർക്ക് വെറുതെ കളയേണ്ട, നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ബ്യൂററ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, വോളിമെട്രിക് ടൈട്രേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കപ്പാസിറ്റി 1 to 100 millimeters ആയിരിക്കും. പിന്നെ എന്താ, അതൊരു ലോങ് ആയിട്ടുള്ള ഗ്രാജുവേറ്റഡ് ട്യൂബ്സ് ആണ്. യൂണിഫോം ആയിട്ടുള്ള ബോർ സൈസ് ആണ്. ഓക്കെ, പിന്നെ ഗ്ലാസ് ടോപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ബ്യൂററ്റ്സിന് പറഞ്ഞു. ഇനി നമുക്ക് ഫ്ലാസ്ക് ആണ് ഡിസ്കസ് ചെയ്യാം. ഫ്ലാസ്ക് എന്ന് പറയുമ്പോൾ എന്താ, 4 ടൈപ്സ് ഉണ്ട്. അതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 25 to 6000 ml, 6000 ആയിട്ടുള്ള ml കപ്പാസിറ്റി ആണ്. അതിൽ കോണിക്കൽ ഫ്ലാസ്ക് എന്ന് പറയുമ്പോൾ എന്താ, ടൈട്രേഷനും ബോയിലിങ്ങിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫ്ലാറ്റ് ബോട്ടംഡ് ഫ്ലാസ്ക് ആണെങ്കിലോ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലിക്വിഡ്സിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്ക് ആണെങ്കിൽ എന്താ, അത് ഹയർ ടെമ്പറേച്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിസ്റ്റാൻഡ് ചെയ്യുന്ന ഹയർ ടെമ്പറേച്ചർ ഉള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്ക് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ബീക്കേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് 5000 ml ആണ് അതിൻ്റെ കപ്പാസിറ്റീസ് വരുന്നത്. എന്തത്, ഹീറ്റ് റെസിസ്റ്റൻറ്റ് ഗ്ലാസ് ആണ്. ഡിഫറെൻറ്റ് ഷേപ്പിൽ നമുക്ക് എന്താ ബീക്കേഴ്സ് അവൈലബിൾ. ഈ പറയുന്ന കോമൺ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം മിക്ക സ്റ്റുഡൻസും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എളുപ്പമായിരിക്കും, പക്ഷേ എക്സാമിൽ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എഴുതാനുള്ളൊരു ബുദ്ധിമുട്ട് കാണാം. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞിരുന്നത്. ഓക്കെ, അതെന്തിനാണ് ബീക്കേഴ്സ് അറിയാം, ഹീറ്റ് ചെയ്യാനും ബോയിലിങ്ങിനൊക്കെ വേണ്ടിയിട്ടും ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബീക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സിലിണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, 10 to 2000 ml ആണ് കപ്പാസിറ്റി വരുന്നത്. എന്താ, ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടാണ് എന്ത് സിലിണ്ടേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയാണ് നമ്മൾ മെഷർമെൻറ്റ്, നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിലിണ്ടേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലേ. നെക്സ്റ്റ് ആണ് ടെസ്റ്റ് ട്യൂബ്. എന്ന് പറയുമ്പോൾ എന്താ, മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഇത് വെച്ചിട്ടാണ്, ഹാർഡായിട്ടുള്ള ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ചിട്ടാണ്. എന്താണ് ആക്ഷൻ എന്ന് പറയുമ്പോൾ കെമിക്കൽ, തെർമൽ ഷോക്കും സെൻട്രിഫ്യൂഗൽ സ്ട്രെയിനും ഒക്കെ എന്താ എല്ലാത്തിനെയും പ്രിവെൻറ്റ് ചെയ്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നിരിക്കുന്നത്, ടെസ്റ്റ് ട്യൂബ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെന്താണ്, ഇതൊരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ എന്താ ടെസ്റ്റ് ട്യൂബ് കോമൺ ആയിട്ട് മെഡിക്കൽ ലബോറട്ടറി പ്രൊഫഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് വിത്ത് റിം ഉള്ളതുകൊണ്ട് വിത്തൗട്ട് റിം ഉള്ളതുകൊണ്ട് കണ്ടുള്ളതായിരിക്കും. അതായത് ടെസ്റ്റ് ട്യൂബിൽ ഏറ്റവും മുകളിൽ ഇങ്ങനെ വട്ടത്തിലൊരു ചെറിയ സാധനം ഉണ്ട്, അതാണ് റിം എന്ന് പറയുന്നത്. അത് ചിലതിൽ റിം ഉള്ളതും കാണും, ചിലതിൽ റിം ഇല്ലാത്തതും കാണും. ഓക്കെ, ഇനി റിയേജൻ്റ് ബോട്ടിൽസ് ആണ്. അതും എന്താ, നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്,
സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, റിയേജൻറ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിയേജൻറ്റ് ബോട്ടിൽസ് ഉപയോഗിക്കുന്നത്. ഗ്ലാസ്സോ പ്ലാസ്റ്റിക്കോ ഒക്കെ ആവും. അതും വേരിയസ് സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനിയാണ് പെട്രി ഡിഷ് എന്ന് പറയുമ്പോൾ ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. നമ്മൾ അതിന് കുറേ യൂസസ് ഉണ്ട്. കൂടുതലായിട്ട് നമ്മൾ കൾട്ടിവേഷൻ മൈക്രോബയോളജിയിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 5 to 14 സെൻറ്റിമീറ്റർ ആണ് പെട്രി ഡിഷിൻ്റെ ഡയമീറ്റർ വരുന്നത്. ഇനി ഫണൽസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഫിൽറ്റർ ഫണലും ഉണ്ട്, സെപ്പറേറ്റിംഗ് ഫണലും ഉണ്ട്. ഈ ഫിൽറ്റർ ഫണൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളതാണ് അല്ലേ, നമ്മുടെ ലാബിലൊക്കെ ഫിൽറ്റർ ഫണലുണ്ട്. അതായത് ഒരു ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് താഴെ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനം വെക്കും. അതിനുശേഷം മുകളിൽ കൂടി നമ്മൾ ഒഴിച്ചു വെക്കും. ഫണലിൽ വെക്കും, അതിനകത്ത് ഫിൽറ്റർ പേപ്പർ വെക്കും. അതിൻ്റെ മുകളിൽ കൂടി ഒഴിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് താഴെ വരുന്ന സാധനം നന്നായിട്ട് ഫിൽറ്ററായി വരും. അതാണ് ഫിൽറ്റർ ഫണൽ. നോക്കാം നമുക്ക്. ഫിൽറ്റർ ഫണൽ എന്ന് പറയുമ്പോൾ യൂസ്ഡ് ഫോർ പോറിങ് ലിക്വിഡ്സ് ടു നാരോ മൗത്ത് കണ്ടെയ്നർ ആൻഡ് സപ്പോർട്ടിങ് ഫിൽറ്റർ പേപ്പർ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നത്. അതാണ് ഫിൽറ്റർ ഫണൽ. ഇത് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുമ്പോൾ ഇമ്മിസിബിൾ ലിക്വിഡ്സ്, അതായത് ഒരിക്കലും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ലിക്വിഡ്സിന്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മിക്സായി കിടക്കുന്ന ലിക്വിഡ്സിന് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇങ്ങനൊരു ഫിൽറ്റർ പേപ്പർ വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സെപ്പറേറ്റിംഗ് ഫണൽസ് യൂസ് ചെയ്യുന്നത്. ഇനിയാണ് ഗ്ലാസ് ഫേസ്. കുറച്ച് കോമൺ ഗ്ലാസ് ഫേസ് നമ്മൾ പഠിച്ചു. ഇനിയും കൂടുതൽ ഒരുപാട് ഗ്ലാസ് ഫേസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗ്ലാസ് ഫേസിനെ പറ്റി അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ കെയർ ആണ് നമുക്ക് പഠിക്കേണ്ടത്. കെയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ആണ് ഹാൻഡിൽഡ് കെയർഫുള്ളി. അതായത് മസ്റ്റായിട്ട് നമ്മൾ കെയർഫുൾ ആയിട്ട് എല്ലാ ഗ്ലാസ് ഫേസും യൂസ് ചെയ്യണം. കാരണം മിക്കുള്ളതും പ്ലാസ്റ്റിക് കുറവാണ്, കൂടുതൽ ഉള്ളത് ഗ്ലാസ് ഒക്കെ ആയിരിക്കും. അപ്പം നിങ്ങളത് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം. കാരണം ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ പോലും നമുക്കത് റീപ്ലേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ കെയർഫുള്ളി യൂസ് ചെയ്യണം. നമ്മൾ ടെസ്റ്റ് ട്യൂബ് എന്ത് ചെയ്ത് നന്നായിട്ട് ഫ്ലെയിം ഉള്ള രീതിയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി. ഹീറ്റ് റെസിസ്റ്റൻ്റ് ഗ്ലാസ് ഉപയോഗിച്ച് ടെസ്റ്റ് ട്യൂബ് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ നമ്മൾ പെട്ടെന്ന് പൊട്ടുന്ന ഒരു ഗ്ലാസ് അല്ലെ ടെസ്റ്റ് ട്യൂബ് എടുത്ത് നമ്മൾ ഫ്ലെയിം ചെയ്ത് കഴിയുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അത് കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം ലാബിൽ നിൽക്കാൻ വേണ്ടി. പെട്ടെന്ന് കൂൾ ചെയ്യാൻ പാടില്ല. നന്നായിട്ട് തിളപ്പിച്ച് ആ ഒരു ഗ്ലാസ് വേസ് നന്നായിട്ട് ചൂടാക്കി എന്നിട്ട് പെട്ടെന്ന് കൊണ്ട് തണുപ്പിക്കാൻ, പെട്ടെന്ന് കൊണ്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഓക്കെ. പ്രോപ്പറായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് സ്റ്റോർ ചെയ്ത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൊടുക്കുക ഒന്ന് കൂളാവാൻ വേണ്ടി. ഇപ്പോൾ ഹീറ്റ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ച് സമയം കൊടുക്കുക. അല്ലാതുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഇട്ടേക്കല്ലേ. ഇപ്പോൾ രാവിലെ ഒരു പ്രൊസീജിയർ ചെയ്താൽ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ആവരുത് അത് വാഷ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് വാഷ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഓരോ ടോപ്പിക്കിന് നാളെ മുതൽ ഇടുന്നതായിരിക്കും. നമ്മൾ കോമൺ ആയിട്ടുള്ള ഗ്ലാസ് ഫേസും പഠിച്ചു, അതിൻ്റെ കെയറും പഠിച്ചു. അപ്പം നാളെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.